മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് 2 മലയാളി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിലെ ദുർഗ് സെൻട്രൽ ജയിലിൽ അടച്ചിട്ട് 2 പകൽ പിന്നിടുന്നു. ശനിയാഴ്ച പകൽ ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിലെ ഒരു ടിക്കറ്റ് പരിശോധകന്റെ അസഹിഷ്ണുതയിൽ തുടങ്ങിയ സംഭവമാണിത്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് പരിശോധിക്കാനെത്തിയ ടിക്കറ്റ് പരിശോധകൻ കന്യാസ്ത്രീകൾക്കൊപ്പം 2 യുവതികളെ കണ്ടവരെ തടഞ്ഞുവയ്ക്കുകയായിരുന്നു. അയാൾ തന്നെ ബജ്രംഗ് ദൾ പ്രവർത്തകരെ വിവരമറിയിക്കുന്നു. ജ്യോതി ശർമ്മ എന്ന ബജ്രംഗ് ദൾ നേതാവിന്റെ നേതൃത്വത്തിൽ ഇരുവരെയും ആൾക്കൂട്ട വിചാരണ ചെയ്യുന്നു. ഒടുവിൽ പോലീസിന് കൈമാറുന്നു. ഗുരുതര വകുപ്പുകൾ ചുമത്തി കന്യാസ്ത്രീകളെ അഴിക്കുള്ളിലാക്കുന്നു. സംഭവത്തിൽ കടുത്ത പ്രതിഷേധം കത്തുമ്പോൾ RDX ഈ വിഷയം വിശദമായി പരിശോധിക്കുകയാണ്. നടക്കുന്ന കടുത്ത ക്രൈസ്തവ വേട്ട അതുതന്നെയോ? ആദ്യം RDX റാം. റിമാൻഡ് ചെയ്ത് ഛത്തീസ്ഗഡ് ദുർഗ് ജയിലിൽ അടച്ചിരിക്കുന്ന സിസ്റ്റർ പ്രീതി മേരിക്കും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനും ഇന്ന് ജാമ്യാപേക്ഷ നൽകാനായില്ല. ഗുരുതര വകുപ്പുകളാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം സെക്ഷൻ 4 BNS 143 എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. കന്യാസ്ത്രീകൾ പെൺകുട്ടികളെ നിർബന്ധിച്ച് മതം മാറ്റിയെന്നും മനുഷ്യക്കടത്ത് നടത്തിയെന്നും FIR-ൽ പറയുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റിലെ കന്യാസ്ത്രീകളായ സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും അറസ്റ്റിലായത്. പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന ഇരുവരെയും ടിക്കറ്റ് പരിശോധകൻ ചോദ്യം ചെയ്തതോടെയാണ് സംഭവത്തിന് തുടക്കം. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന 3 പെൺകുട്ടികളെ മതം മാറ്റി കടത്തിക്കൊണ്ട് പോകുകയാണെന്ന് ടിക്കറ്റ് പരിശോധകൻ ബജ്രംഗ് ദൾ പ്രവർത്തകരെ അറിയിച്ചെന്നാണ് പരാതി. അവിടെ നിർത്തി പഠിപ്പിച്ച് ജോലിയാക്കി ശമ്പളമാക്കി അവർ കുടുംബം രക്ഷപ്പെടുത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. അത് ഒരിക്കലും മതപരിവർത്തനമല്ല. മതപരിവർത്തനം അവിടെ നടന്നിട്ടില്ല. അവർ ക്രിസ്ത്യാനികളാണ്. വിവരമറിഞ്ഞെത്തിയ ബജ്രംഗ് ദളുകാർ കന്യാസ്ത്രീകളെ വളഞ്ഞിട്ട് ആക്രമിച്ചതിനു ശേഷം പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. വിഷയത്തിൽ രൂക്ഷ വിമർശനമാണ് രാജ്യമാകെ ഉയരുന്നത്. RDX റാപ്പ് ന്യൂസ് മലയാളം. ഭരണഘടനയ്ക്കനുസൃതമായി ജീവിക്കാൻ ക്രൈസ്തവർക്കും അവകാശമുണ്ടെന്ന് CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത്. ഭരണഘടനയ്ക്കെതിരായ പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. നമുക്ക് ആ വാക്കുകൾ കേൾക്കാം. 1000 കൊല്ലത്തെ പാരമ്പര്യമുള്ള ക്രൈസ്തവ മതത്തിന് നിലനിൽക്കാനും പ്രവർത്തിക്കാനും ഭരണഘടന സംരക്ഷിക്കപ്പെടാനും എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാരതത്തിൻ്റെ ഭരണഘടനയും ഭാരതത്തിൻ്റെ കൂട്ടായ്മയും മതസ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് ഈ ഭാരതത്തിന് ഭരണഘടനയ്ക്ക് അനുസൃതമായി ക്രൈസ്തവർക്കും ഭാരതത്തിൽ ജീവിക്കാൻ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ. മോദിയെ അടുത്ത പെരുന്നാളിന് ഒന്നുകൂടെ വിളിച്ച് ആദരിച്ചാൽ മതിയെന്ന് ഓർത്തഡോക്സ് സഭാ മെത്രാപ്പൊലീത്ത യോഹന്നാൻ മാർ മിലിത്തിയോസിന്റെ പരിഹാസവും ഉണ്ടായിരുന്നു. കേൾക്കാം. RSS അടിസ്ഥാനപരമായി ക്രൈസ്തവ സമൂഹത്തിന് എതിരാണ്. അത്തരം സമൂഹങ്ങൾ എക്കാലവും ചെറുതും വലുതുമായ പ്രവർത്തികളിലൂടെ അവരുടെ താല്പര്യം നടപ്പാക്കിക്കൊണ്ടേയിരിക്കും. നമ്മളെ ആദരിച്ചുകൊണ്ടേയിരിക്കും, നമ്മളെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും, നമ്മളെ സ്റ്റേജുകളിൽ സ്വീകരിച്ചുകൊണ്ടേയിരിക്കും എന്ന്. അപ്പോ നമ്മൾ വാസ്തവത്തിൽ നമ്മളെ തൂക്കാനുള്ള കയറ് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ മാത്രം അപലപിച്ചുകൊണ്ട് കാര്യമില്ല. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ എങ്കിലും ഇവരുടെ തനി സ്വഭാവം മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യേണ്ടതാണ്. പ്രധാനമന്ത്രിയുടെ മുന്നിൽ പോയി പരാതി പറയാനുള്ള ധൈര്യം തിരുമേനിമാർക്കില്ലെന്നായിരുന്നു ബിഷപ്പുമാർക്കെതിരെ മന്ത്രി V ശിവൻകുട്ടിയുടെ രൂക്ഷ വിമർശനം. എഡിറ്റോറിയൽ എഴുതി അരമനയിൽ പോയി പ്രാർത്ഥിച്ചാൽ പ്രശ്നപരിഹാരം ഉണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു. ആ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ചെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെയെല്ലാം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന നിലയിൽ ചെന്നൊരു പരാതി പറയുന്നതിന് വേണ്ടി ഉള്ള ധൈര്യം പോലും ഈ തിരുമേനിമാർ കാണിക്കുന്നില്ലല്ലോ. ഇതൊക്കെ കേരളത്തിലെ തിരുമേനിമാർക്ക് ബോധ്യപ്പെടണ്ടേ? ദീപയിൽ എഡിറ്റോറിയൽ എഴുതിയിട്ട് മാത്രം പിന്നെ അരമനയിൽ മാത്രം കയറി ഒതുങ്ങി ഇരുന്ന് പ്രാർത്ഥിച്ച പ്രശ്നത്തിന് പരിഹാരം കാണുമോ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വൈദികരും കന്യാസ്ത്രീകളും പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. നിരന്തരം വൈദികരും കന്യാസ്ത്രീമാരും പീഡിപ്പിക്കപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇത് ആവർത്തിക്കപ്പെടുകയാണ്. ഇതിനു മുൻപും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവർക്കിപ്പോൾ അവരുടെ ഔദ്യോഗിക സഭാ വസ്ത്രം ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്കാണ്. കൂടുതൽ വിവരങ്ങളുമായി ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സുജിത് ചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. സുജിത്ത്, ഇതിപ്പോൾ ആദ്യമായല്ല, തുടർച്ചയായ അക്രമ സംഭവങ്ങൾ ക്രൈസ്തവ സഭയ്ക്ക് നേരെ, ക്രൈസ്തവ സഭാ അംഗങ്ങൾക്ക് നേരെ ഒക്കെ നടക്കുന്നത് നമുക്കറിയാം.
ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവത്തിന്റെ വസ്തുത എന്താണ്? ശരിക്കും ഹർഷൻ, ഇന്നലെയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. ഇന്നലെ രാവിലെയാണ് പുറത്തറിയുന്നത്. അപ്പോൾ ഇന്നലെ ശനിയാഴ്ച വൈകുന്നേരം ആണ് ഈ സ്ത്രീകളുമായി, അതായത് 3 പെൺകുട്ടികളുമായി ഈ 2 കന്യാസ്ത്രീകൾ വന്ദന ഫ്രാൻസിസും പ്രീതി മേരിയും അവിടെ എത്തുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവർ പുറപ്പെടുന്ന ഈ സമയത്ത് ടിക്കറ്റ് എക്സാമിനർ വന്ന് ഇവരെ സമീപിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, പ്ലാറ്റ്ഫോം ടിക്കറ്റ് എവിടെയെന്ന് ചോദിക്കുന്നു. പ്ലാറ്റ്ഫോം ടിക്കറ്റ് ആ സമയത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. കാരണം അവർ ഈ 3 പെൺകുട്ടികളുമായി അവരെ യാത്ര അയക്കാൻ വന്നതായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവരോട് ചോദിക്കുകയാണ്, ഈ കുട്ടികൾ ആരെന്ന് ചോദിക്കുന്നു. അവർ അവിടെ ഉള്ള ആളുകളാണ്, ഛത്തീസ്ഗഡിൽ തന്നെയുള്ളവരാണ്. അപ്പോൾ ഉടൻ തന്നെ ഈ ടിക്കറ്റ് എക്സാമിനർ നേരിട്ട് ബജ്രംഗ് ദൾ പ്രവർത്തകരെ വിളിച്ചു വരുത്തുകയാണ്. ബജ്രംഗ് ദൾ പ്രവർത്തകർ ഒരു വനിതാ നേതാവിൻ്റെ നേതൃത്വത്തിൽ അവിടെ എത്തിയിട്ട് ശരിക്കും അവിടെ സംഭവിക്കുന്നത് ഒരു ആൾക്കൂട്ട വിചാരണയാണ്. അന്ന് വൈകുന്നേരം വരെ ആ റെയിൽവേ സ്റ്റേഷനിൽ അവരെ പിടിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ റെയിൽവേ കൺട്രോൾ ഫോഴ്സിൻ്റെ, റെയിൽവേ പോലീസിൻ്റെ ആ സ്റ്റേഷനിൽ, ഉള്ളിലെ സ്റ്റേഷനിൽ പിടിച്ചു വയ്ക്കുന്നു. അവിടേക്ക് മറ്റ് അച്ഛന്മാരും സഭയുടെ ആളുകളും ഒക്കെ എത്തുന്നുണ്ട്. ശാരീരികമായ അക്രമം ഇവർക്ക് കൂടെ ഉണ്ടായിരുന്ന സഹായികൾക്ക് നേരെയും പെൺകുട്ടികൾക്ക് നേരെ ആക്രോശവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇവർക്ക് നേരെ കാര്യമായ മാനസികമായ ടോർച്ചറിങ് ഒക്കെ നടക്കുന്നു എന്നാണ് പിന്നീട് അവിടെ നിന്ന് പുറത്തേക്ക് വന്ന അച്ഛന്മാരുടെയും മറ്റും വാക്കുകളിലൂടെ നമുക്കറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇവരെ പോലീസിന് കൈമാറുകയാണ്. പോലീസ് രജിസ്റ്റർ ചെയ്ത വകുപ്പുകൾ ഏതൊക്കെയാണെന്നറിയാമോ? നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം സെക്ഷൻ 4, BNS 143. ഈ വകുപ്പുകൾ ശരിക്കും 10 വർഷം വരെ കഠിന തടവ് കിട്ടാൻ സാധ്യതയുള്ള വകുപ്പുകളാണ്. നിർബന്ധിത ഈ മതപരിവർത്തന നിയമമൊക്കെ അനുസരിച്ച് ഉള്ള വലിയ വകുപ്പുകളാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ ഇവർ ഈ 2 ദിവസമായി ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. 2 പകലായി, ഒരു രാത്രിയും 2 പകലുമായി ഇപ്പോൾ ജയിലിലാണ്. ഇത് 2ാമത്തെ രാത്രിയാണ്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഇന്ന് പകലും ഇവർ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടില്ല, അതായത് കൊടുത്തിട്ടില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ വകുപ്പ് അവിടെ കിടക്കുന്നത് കൊണ്ട് ഇപ്പോൾ ജാമ്യാപേക്ഷയ്ക്ക് മൂവ് ചെയ്താലും അത് കിട്ടില്ല എന്നൊരു നിലയുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം ഈ പെൺകുട്ടികളടക്കം ക്രിസ്ത്യാനികളാണെന്ന് ഈ കുടുംബം പറയുന്നു, ഇവരുടെ കുടുംബം പറയുന്നു, സഭ പറയുന്നു. അതൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്തതിന് ശേഷം കോടതിയിലേക്ക് ചെന്നാലേ ജാമ്യം കിട്ടും, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ജാമ്യം നിഷേധിക്കും. അത്രത്തോളം വലിയ രീതിയിലാണ് ഈ വകുപ്പുകളും സെക്ഷനുകളും ഇവരുടെ FIRൽ എഴുതി കയറ്റി വിട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് മൂവ് ചെയ്യാതിരുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് ജയിൽ മോചനം സാധ്യമാകും എന്നുള്ള കാര്യം നീണ്ടുകൊണ്ടിരിക്കുകയുമാണ്. ഈ കുടുംബത്തിൽ നിന്നും മറ്റും നമുക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ, ഈ പെൺകുട്ടികളുടെ കുടുംബത്തെ, ഇവരോടൊപ്പമുള്ള ഇവരെ ഒരു കോൺവെൻറ്റിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വിദ്യാഭ്യാസത്തോടൊപ്പം ജോലിയും എന്നൊക്കെയാണ് സഭ ഇപ്പോൾ അറിയിക്കുന്നത്. 8,000 മുതൽ 10,000 രൂപ വരെ ശമ്പളത്തിൽ ആണ് ഇവരെ കൊണ്ടുപോകുന്നതെന്ന് അറിയുന്നു. അതിൽ ഒരു കുട്ടിയുടെ കുടുംബത്തിനെ ഇതിനകം സ്വാധീനിച്ച് കഴിഞ്ഞു എന്നതായും ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഞങ്ങളുടെ അനുമതി ഇല്ലാതെയാണ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ വലിയ വകുപ്പുകളാണ്. നിർബന്ധിത മതപരിവർത്തനവും അതോടൊപ്പം ഈ മനുഷ്യക്കടത്തും ഒക്കെ ഇവരുടെ മേൽ ചുമത്തപ്പെടുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ശരിക്കും ഈ പ്രശ്നത്തെ കാണേണ്ടത് ഒരു തരത്തിലൊരു ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടില്ല, ഒരു ഭരണഘടനാ പ്രശ്നമായിട്ട് തന്നെയാണ് എന്നാണ് നമുക്ക് കരുതേണ്ടത്. കാരണം മതം അനുഷ്ഠിക്കാൻ മാത്രമല്ല, മതം പ്രചരിപ്പിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള നാടാണല്ലോ ഇത്. അപ്പോൾ മതപരിവർത്തനം എന്ന രൂപത്തിലേക്ക് ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ല. ഹർഷൻ പറഞ്ഞ പോലെ ഛത്തീസ്ഗഡിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ കണക്കെടുത്തു കഴിഞ്ഞാൽ 2014 മുതൽ 2024 വരെയുള്ള കണക്കിൽ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് മാത്രമുള്ള ആക്രമണങ്ങൾ, രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ, റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ 555% വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 5 മാസത്തിനിടയിൽ തന്നെ ഇത്തരം 5 സംഭവങ്ങൾ ഉണ്ടായെന്നും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് കേരളത്തിലായതുകൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു. ഇത് അവിടെ ഒരു സ്ഥിരം സംഭവമാണ്. അതെ, സുജിത്ത് അതിൻ്റെ വിശദാംശങ്ങൾ തന്നെയായിരുന്നു. സനീഷ്, ഇത് സുജിത്ത് പറഞ്ഞതുപോലെ ഇതൊരു സ്ഥിരം സംഭവമാണ്. മാത്രമല്ല ഇത് ക്രിസ്ത്യാനികൾക്കെതിരെ മാത്രമുള്ള ഒരു പ്രശ്നമായി നമ്മൾ കണക്കാക്കേണ്ടതുമില്ല. കാരണം ഇപ്പോൾ നമ്മളുടെ ഈ ബുൾഡോസർ രാജ് ഒരു ഭാഗത്ത് ഇങ്ങനെ തുടരുകയാണ്. അത് ക്രിസ്ത്യാനികൾക്കെതിരെയല്ല, അത് ഇതര ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരെയാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് സമാന്തരമായി ഇപ്പുറത്ത് മറ്റു ചില കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നു. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇതിപ്പോൾ അതിനകത്ത് സുജിത്ത് പറഞ്ഞതൊരു വലിയ ഭരണഘടനാ പ്രശ്നം തന്നെയാണ്. അത് ആ നിലക്ക് വലിയ തോതിൽ കാണേണ്ടുന്നൊരു വലിയ സംഭവമാണ്. പക്ഷേ അത് വളരെ പ്രാഥമികമായ ഒരു കാര്യം തന്നെ നോക്കൂ ഹർഷൻ. അതായത് അവിടെ ഇങ്ങനൊരു പ്രശ്നം മുന്നിൽ വന്ന് പെട്ടപ്പോൾ ഈ ടിക്കറ്റ് എക്സാമിനർ വിളിക്കുന്നത് ബജ്രംഗ് ദൾ തന്നെയാണ്. അവിടുത്തെ MLAയോ ഏതെങ്കിലും തരത്തിൽ വോട്ട്
തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേക്ക് വന്നിരിക്കുന്ന ഏതെങ്കിലും ജനപ്രതിനിധിയല്ല, ബജ്രംഗ് ദളിനെയാണ് വിളിക്കുന്നത്. ബജ്രംഗ് ദൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ മുൻവിധിയിൽ അധിഷ്ഠിതമായിട്ടുള്ള നിലപാടുള്ള ആളുകളാണ്. ഏതോ ഒരു പള്ളിയിലച്ചൻ പറയുന്നതായിട്ട് ഞാൻ താഴെ എഴുതി കാണിക്കുന്നത് കണ്ടു. മോദിയോട് ചെന്ന് പറയുമ്പോൾ അദ്ദേഹം വ്യക്തിപരമായിട്ടെല്ലാം മനസ്സിലാക്കുന്നു, പക്ഷേ അദ്ദേഹം അത് ഇടപെടുന്നില്ല എന്ന്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഇത് മോദി എന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ വ്യക്തിയുടെ മാത്രം അല്ലെങ്കിൽ വ്യക്തിക്ക് പരിഹരിക്കാൻ പറ്റുന്നതല്ല. ആ മോദി കൂടെ നേതാവായിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ വിശാലമായ രാഷ്ട്രീയ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രശ്നമാണ്. അവർ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും അവർ അവരുടെ ഭരണഘടനക്കകത്ത് എഴുതി വെച്ച്, അവരുടെ ഭരണഘടന പോലെ പരിഗണിക്കപ്പെടുന്ന പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് ഈ ക്രിസ്ത്യാനികളോടുള്ള മുൻവിധിയിൽ അധിഷ്ഠിതമായുള്ള നടപടി എന്നത് നമുക്കറിയാം. ഇപ്പോൾ സുജിത്ത് നേരത്തെ പറഞ്ഞുവല്ലോ, അതായത് ഈ അവരവരുടെ മതം വിശ്വസിക്കുന്നതിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മതം വിശ്വസിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ മതപരിവർത്തനം പോലും തെറ്റല്ല. ഹർഷൻ വന്നിട്ട് ഹർഷനൊരു മതവും ഞാനൊരു മതമാണ്. ഹർഷൻ്റെ മതത്തിൽ നല്ല കാര്യങ്ങൾ കണ്ട് എനിക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് മാറാൻ ഞാനൊരു മുതിർന്ന ആളാണെങ്കിൽ മതപരിവർത്തനം പോലും തെറ്റല്ല. മതപരിവർത്തനം മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഭരണഘടന നൽകുന്ന അവകാശമാണ്. പിന്നെ നിർബന്ധിത മതപരിവർത്തനം പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് തെളിവുകൾ നൽകേണ്ടതായിട്ട് വരും. ഇപ്പോൾ അവിടെ നമുക്കറിയാവുന്നൊരു കാര്യം, ഈ ഛത്തീസ്ഗഡ് പോലുള്ള സ്ഥലങ്ങളിൽ ആദിവാസി മേഖലകളിൽ ഇത്ര കഷ്ടപ്പാട് പിടിച്ച സ്ഥലങ്ങളിൽ മനുഷ്യരാക്കുകയാണ് ആദ്യം. പ്രാഥമികമായിട്ട് മനുഷ്യരാക്കുന്ന പണി ചെയ്യുന്നത് ഈ കന്യാസ്ത്രീകളാണ്. എത്രയോ പതിറ്റാണ്ടുകളായിട്ട് അതാരാണ് അവർക്കതറിയാം. ഇവിടെയുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾക്ക് അവരറിയാം എന്തിനാണ് അവരോട് പോകുന്നത്. നിസ്വാർത്ഥമായിട്ടുള്ള സേവനം. കേരളത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നഗരകേന്ദ്രീയ സ്ഥലങ്ങളിലോ സൗകര്യങ്ങളുള്ള സ്ഥലത്തോ സുഖമായിട്ട് ജീവിച്ച് അവിടെയുള്ള പള്ളിമേടകളിൽ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നതിന് പകരം ഈ കന്യാസ്ത്രീകൾ ഇത്രയും പിന്നോക്കം നിറഞ്ഞ സ്ഥലങ്ങളിൽ പോയിട്ട് രോഗികളെ പരിചരിക്കുകയാണ്. ഇതൊന്നും ആർക്കും തള്ളിക്കളയാമെന്ന് പറ്റുന്ന സംഗതിയല്ല. അതിൻ്റെ ഭാഗമായിട്ട് അവർ പ്രവർത്തനം നടത്തുമ്പോൾ ഇതിപ്പോൾ ഈ പോയ പെൺകുട്ടികൾ 3 പേരോ 2 പേരോ മറ്റോ അതേ മതത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഇത് പക്ഷേ ഒരു മുൻവിധിയിൽ അധിഷ്ഠിതമായ മനുഷ്യരുടെ കയ്യിലേക്ക് ഈ ജ്യോതി ശർമ്മ അവരെ വിളിച്ചു വരുത്തുകയാണ് ഈ ആള്. അതിനനുസരിച്ച് ഈ കാര്യങ്ങൾ നീങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പള്ളിയിലച്ചന്മാരും ഈ കാര്യത്തിൽ ഇടപെടുന്ന ക്രിസ്ത്യാനികളും മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ കൊണ്ട് ഈ രാഷ്ട്രീയത്തെയാണ് മാറ്റേണ്ടത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ ചെന്ന് കണ്ടിട്ട് ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചു തരണം, അവരെ മേലുന്ന കേസ് നീക്കണമെന്നല്ല. നിങ്ങളുടെ രാഷ്ട്രീയം മുൻവിധിയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയമാണ്. നിങ്ങൾ ഈ രാഷ്ട്രീയം മാറ്റണം. നിങ്ങൾ ഈ രാജ്യം ഭരിക്കുകയാണ്. ഈ രാജ്യം ബഹുസ്വരതയാർന്ന ഈ രാജ്യത്ത് പല മതത്തിൽപ്പെട്ട ആളുകൾ ജീവിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ രാഷ്ട്രീയത്തിനുള്ള ഈ കാർക്കശ്യ സ്വഭാവം മാറ്റിയിട്ട് ഹിന്ദുക്കൾ എന്ന പോലെ എല്ലാ മതത്തിൽപ്പെട്ടവരെയും പരിഗണിക്കണം എന്ന് അവരോട് ചെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് പള്ളിയിലച്ചന്മാർ ചെയ്യേണ്ടത്. പക്ഷേ അത് ചെയ്യില്ല എന്ന് അത് പള്ളിയിലച്ചന്മാരെല്ലാവരും ചെയ്യില്ല എന്നല്ല. പക്ഷേ ഇപ്പോൾ നോക്കൂ, കാസ പോലുള്ള ഇവരുടെ തീവ്രവാദ സംഘടന ഒരല്പം ഒരു പൂച്ച പതുങ്ങുന്നത് പോലെ ഒരല്പം പിന്നിലേക്ക് ഇരിക്കുക. ഈ ബഹളം കഴിഞ്ഞാൽ അവർ വീണ്ടും ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കൂടെ ചേരും. രാഷ്ട്രീയം ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാനുള്ള അവകാശമൊക്കെ എല്ലാവർക്കും ഉണ്ടെങ്കിലും ഇത് മതത്തിൻ്റെ പേരിൽ ആളുകളെ ഹിംസിക്കുന്നത് ശരിയായ കാര്യമല്ല. അതല്ലാതെ തന്നെയും നിങ്ങൾക്ക് വോട്ട് കിട്ടും എന്ന് അവരോട് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യമായിട്ടാണ്. ഇതിപ്പോൾ എന്താണ്, അവിടെയുള്ള ബജ്രംഗ് ദളുകാർക്ക് മറിച്ചൊരു അഭിപ്രായം ഉണ്ടാക്കാനുള്ള പ്രവർത്തനമേ അവിടെ നടക്കുന്നില്ല. മറിച്ച് അതായത് ഞങ്ങളെപ്പോലെ തന്നെയാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എന്ന ഒരു തോന്നലുള്ളിലേക്ക് വരാനുള്ള സംഗതികളൊന്നും അവിടെ നടക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. റൈറ്റ്, അതാണ്. അതായത് ഈ ആൻറ്റി കൺവേർഷൻ നിയമങ്ങളെ ദുരുപയോഗിക്കുകയാണ് ഒന്നാമത് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ പോലീസ് നിഷ്ക്രിയമാണ്. അത് അവിടെ മാത്രമല്ലല്ലോ, പല സ്ഥലങ്ങളിലും സമാനമായ സംഭവങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം നോക്കിയാൽ പോലീസ് നിഷ്ക്രിയമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഈ സൊമാറ്റോയുടെ ഒരു ഡെലിവറി ബോയ്, സൊമാറ്റോ അതുപോലെ ഏതോ ഒരു ഡെലിവറി സർവീസിൻ്റെ ഡെലിവറി ബോയ് പോകുമ്പോൾ അയാളെ ബജ്രംഗ് ദൾ പ്രവർത്തകർ തടഞ്ഞു നിർത്തിയിട്ട് ഇതിനുള്ളിൽ ചിക്കൻ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ഓർഡർ ചെയ്ത ആളുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് അയാളെ ഭീഷണിപ്പെടുത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു. അതായത് പോലീസല്ല ഇതൊന്നും ചെയ്യുന്നത്, അത് ബജ്രംഗ് ദൾ ഒരു കണക്കിന് അങ്ങ് ഏറ്റെടുക്കുകയാണ്. അത് പല സ്ഥലങ്ങളിലും, ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും ഈ നിലയ്ക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായി, റിപ്പോർട്ട് ചെയ്ത് വാർത്തയായി. ഈ വാർത്തകളിലൊക്കെ ഒടുവിൽ ചിലപ്പോൾ ഇപ്പോൾ ഈ കന്യാസ്ത്രീകളെ വിട്ടയക്കാൻ ഒരു പക്ഷേ അടുത്ത ഘട്ടത്തിലൊക്കെ അല്ലെങ്കിൽ കോടതിയിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ തീരുമാനമൊക്കെ ഉണ്ടാവാം. പക്ഷേ ഈ ടിക്കറ്റ് എക്സാമിനർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാവില്ല. ഇതുപോലെ തന്നെയാണ് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ ഒരു കേസുമില്ല. ഈ പ്രശ്നം അവസാനിക്കുന്നു എന്നുള്ളതിന് അപ്പുറത്ത് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ നിയമം കയ്യിലെടുത്തിരിക്കുകയാണ് എന്നുള്ള തരത്തിൽ ഒരു കേസ് ഉണ്ടാകുന്നില്ല. അവർക്ക് ആരെയും ആക്രമിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത്. സനീഷ്, ഇതിപ്പോൾ 2014 അതായത് മോദി സർക്കാർ അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ ഒരു വർഷം ഇന്ത്യയിൽ ഉണ്ടാവുന്ന അതായത് ക്രിസ്ത്യാനികൾക്കെതിരെ മാത്രം നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഉണ്ടാകുന്ന ആക്രമണങ്ങളുടെ എണ്ണം 147 ആയിരുന്നു. 2024 അത് 834.
834. അത്ര വലിയ വർധനമാണ് എന്ന് വെച്ചാൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത അക്രമ സംഭവങ്ങൾ ധാരാളം വേറെ നടക്കുകയാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഡൽഹിയിലടക്കം എത്രയോ പള്ളികൾ അഗ്നിക്കിരയാക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി. ആ ഘട്ടത്തിലൊക്കെ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ക്രൈസ്തവ സഭ അതിനകത്ത് ഈ കാസ പോലെയുള്ള തീവ്രവാദികളും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഒരു ഭാഗത്ത്, അതിനപ്പുറത്ത് സഭാ നേതൃത്വത്തെ വേറൊരു തരത്തിൽ അവരുടെ ഒരു ദൗർബല്യമായോ അവരുടെ ഒരു നിസ്സഹായതയായോ ഒക്കെ ഈ സാഹചര്യത്തെ കണക്കാക്കണമെന്ന് കൂടിയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ പ്രവർത്തനങ്ങൾ, പല പ്രേക്ഷിത പ്രവർത്തനം ഇന്ത്യയിലാകമാനം വ്യാപിച്ചു കിടക്കുന്നുണ്ട് പലയിടത്തും. ഏത് സമയത്തും ആക്രമിക്കപ്പെട്ടേക്കാമെന്നുള്ള ഭീതി അവർക്കുണ്ട്. ഈ കാസയ്ക്കൊന്നും അതൊന്നുമില്ല. ഞാൻ പറയുന്നത് ഈ സഭാ നേതൃത്വത്തിനുണ്ട്. കരുതലോടെയാണ് സഭാ നേതൃത്വം പ്രതികരിക്കുക. ഇന്നിപ്പം ആൻഡ്രൂസ് താഴത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സാമാന്യവൽക്കരിച്ചാണ് കാര്യങ്ങളെ അവതരിപ്പിക്കുക. അത് ഭയന്ന് അവതരിപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെമ്പാടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, കേരളത്തിലും ഉണ്ടല്ലോ, അതുപോലെ ഛത്തീസ്ഗഡിൽ എന്ന മട്ടിലാണ് പറയുന്നത്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് കേരളത്തിൽ എന്താണ് ഇപ്പോൾ പ്രശ്നം? അപ്പോൾ അതിന് പറയുന്ന കാരണം 80:20% മറ്റ് സംവരണത്തിൽ ഇവിടെ വന്നല്ലോ. അതായത് എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നുള്ളതിനനുസരിച്ചുള്ള ഒരു പ്രതികരണം പോലും നടത്താൻ. അതായത് ഇതിൽ ഇനി ഒരു പിണക്കം വരുമോ? അതിട്ട് പറയാണ്, അല്ല BJP-യോടല്ല പറയുന്നത് കേട്ടോ, ബജരംഗ് ദൾ ഇങ്ങനെ ഇതുപോലെ ചില സംഘടനകൾ ഇങ്ങനെ കുഴപ്പമുണ്ട് കേട്ടോ. ഇങ്ങനെ അദ്ദേഹം പറയേണ്ടി വരുന്നത് സത്യത്തിൽ ഒരു സങ്കടകരമായ അവസ്ഥയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ഈ പറഞ്ഞത്, ഇപ്പം നമ്മൾ പരാമർശിച്ച ഈ വിഷയത്തിൽ വിമർശനം ഉന്നയിച്ച പാംപ്ലാനി പിതാവ് പറഞ്ഞത് ഓർമ്മയുണ്ടാവും. അതായത് ഈ ഗോൾ വർക്കർ അന്ന് അങ്ങനെയൊക്കെ എഴുതി വെച്ചത് അന്നത്തെ സാഹചര്യത്തെക്കുറിച്ചാണ്. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം നമ്മളെല്ലാം ഭായി ആണ് എന്ന പ്രതീക്ഷയും അങ്ങനെയുള്ള പ്രത്യാശയൊക്കെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. പിന്നെ ഇതിലൊരു കാര്യം കൂടെ പറയാനുള്ളത്, ക്രൈസ്തവ സമുദായത്തിൽ ഇപ്പോൾ കത്തോലിക്ക സഭയിൽപ്പെട്ട 2 കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ഒരു നടപടി എന്ന നിലയ്ക്ക് കേരളത്തിൽ ഇത് വലിയ വാർത്തയും സഭാ നേതൃത്വങ്ങൾ അപ്പാടെ ഇത് വലിയ ചർച്ചയ്ക്കും എടുക്കുന്നു. ഇതല്ലാതെ ക്രൈസ്തവ വിശ്വാസികളായ ഒത്തിരി പേരവിടെ ആക്രമണത്തിന് ഇരയാവുന്നുണ്ട്. അപ്പോഴൊന്നും ഈ മട്ടിലുള്ള പ്രതിഷേധം ഉണ്ടാവുന്നില്ല എന്നുള്ള പ്രശ്നം കൂടി ഈ ഘട്ടത്തിൽ പറയണം. ഭരണഘടനയുടെയും ന്യൂനപക്ഷാവകാശങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ ഉണ്ടായത്. രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തെ കളങ്കപ്പെടുത്തുന്ന നടപടിയാണത്. ബജറംഗ് ദൾ എന്ന തീവ്ര ഹിന്ദു സംഘടനയുടെ ആവശ്യപ്രകാരം കന്യാസ്ത്രീകളെ ജയിലിലടച്ച് രാജ്യത്തെ ക്രൈസ്തവ സമൂഹത്തെ ആകെ ഭയപ്പാടിലാക്കിയതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഭരണകൂടങ്ങൾക്ക് ഒഴിഞ്ഞു മാറാനാകില്ല. കേന്ദ്രം ഭരിക്കുന്ന BJP-യോട് മമത കാണിക്കുന്ന ക്രൈസ്തവ സഭകൾ നിലപാട് മാറ്റുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കുമെന്ന് RDX വിശ്വസിക്കുന്നു.